നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സോളാർ വാട്ടർ ഹീറ്റേഴ്സ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, വാട്ടർ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോളാർ വാട്ടർ ഹീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോളാർ വാട്ടർ ഹീറ്റർ എന്ന് പറയുമ്പോൾ സോളാർ എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടർ ഹീറ്റ് ചെയ്യുന്നു. സോ നമുക്ക് എപ്പോഴും പരിചിതമായിട്ടുള്ളൊരു ഫിഗർ തന്നെയാണിത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇത് പലരുടെയും വീട്ടിലുണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി സോളാർ കളക്ടേഴ്സിൽ തന്നെ ഈ ഒരു ഫിഗർ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ സോളാർ കളക്ടേഴ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒന്ന് ഈസിയർ ആവും, കുറച്ചുകൂടെ നല്ലതായിരിക്കും. സോ നിങ്ങൾ അതൊന്ന് കണ്ടതിന് ശേഷം ഈ സോളാർ വാട്ടർ ഹീറ്റേഴ്സ് വാച്ച് ചെയ്യാം. സോ സോളാർ വാട്ടർ ഹീറ്റേഴ്സിനെ നമ്മൾ സോളാർ ഡൊമസ്റ്റിക് ഹോട്ട് വാട്ടർ സിസ്റ്റംസ് എന്നും പറയാറുണ്ട്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, വാട്ടർ സപ്ലൈ ചെയ്തിട്ട് ദെൻ എന്ത് ചെയ്യുന്നു, ഒരു പൈപ്പിൽ കൂടെ അതിനെ പാസ് ചെയ്യിപ്പിക്കുന്നു. ആ പൈപ്പിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പാനലിലായിരിക്കും, അതായത് അബ്സോർബർ പ്ലേറ്റിലായിരിക്കും. ആ അബ്സോർബർ പ്ലേറ്റിന് മുകളിൽ ഈ ട്യൂബ്സിൽ എന്തുണ്ടായിരിക്കും, വാട്ടർ ഉണ്ടായിരിക്കും. നമുക്ക് ഏതാണോ ഹീറ്റ് ചെയ്യേണ്ടത് ആ ഒരു വാട്ടർ ആയിരിക്കും ഈ ട്യൂബ്സിലുണ്ടായിരിക്കുക. സോ ഇവിടെയാണ് സൺലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സൺലൈറ്റ് കൊണ്ടിട്ട് അതിൻ്റെ ഹീറ്റ് എനർജി എന്ത് ചെയ്യും, ആ ഒരു ട്യൂബിലുള്ള വാട്ടറിനെ ഹീറ്റ് ചെയ്യിപ്പിക്കും, ചൂടാക്കും. സോ നമുക്കിത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു വാട്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് പല ഹോട്ടൽസിലും ഹോസ്റ്റൽസിലും ഹോസ്പിറ്റൽസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഏറ്റവും കൺവീനിയൻറ്റ് വേ ഓഫ് വാട്ടർ ഹീറ്റിംഗ് ആണ്. സോ ഇത് നമുക്കറിയാം, ഈ ഒരു അബ്സോർബർ ട്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, നമുക്ക് മാക്സിമം ഈ ഒരു സോളാർ എനർജി അബ്സോർബ് ചെയ്യുന്ന തരത്തിലായിരിക്കണം. അതായത് ഒരു ഗ്ലേസിംഗ് ഉള്ള ബ്ലാക്ക് കളറിൽ കോട്ട് ചെയ്തിട്ടുള്ളതായിരിക്കണം. കാരണം എന്താണ്, കൂടുതലായിട്ട് അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മൾ ആ ഒരു ഹീറ്റ് ചെയ്ത ഒരു വാട്ടർ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള ഒരു പൈപ്പിൽ കൂടെ പുറത്തേക്ക് നമ്മളത് യൂസ് ചെയ്യുക ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി എ കോസ്റ്റ് എഫക്റ്റീവ് വേ ടു ജനറേറ്റ് ഹോട്ട് വാട്ടർ ഫോർ യുവർ ഹോം. പല സ്ഥലങ്ങളിലും ഈ ഒരു ഹോട്ട് വാട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമാണ്, ഈ സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റംസ്. ഇപ്പോൾ ഇസ്രായേലൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു വീട് നമ്മൾ പുതുതായിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ തന്നെ അവിടെ നമ്മൾ ഈ ഒരു സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം വെച്ചിരിക്കണം എന്നുള്ളത് ഒരു ലോ ആയിട്ട് തന്നെ നിലവിലുണ്ട്. കാരണം നമുക്ക് ഈ ഒരു സോളാർ വാട്ടർ ഹീറ്റിംഗ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എനർജി സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി ഒരുപാട് ഇലക്ട്രിക്കൽ ബില്ല് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. സോ നമുക്കതൊരു ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻ തന്നെയാണ് ഈ ഒരു സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേ ആണിത്. They can be used in any climate and the fuel they use, sunshine, is free. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് എന്ത്, ഈ ഒരു സൺഷൈൻ, സൺ എനർജി, സോളാർ എനർജി. സോ നമ്മളത് എന്ത് ചെയ്യുന്നു, മാക്സിമം ആയിട്ട് യൂസ് ചെയ്യുന്നു. So what is solar water heater? A solar water heater is a device which provides hot water for bathing, washing, cleaning, etc. using solar energy. സോളാർ എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോൾഡ് വാട്ടറിനെ ഹോട്ട് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാണ്. അവിടെ നമുക്ക് ഈ ഒരു വാട്ടർ യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് ഡയറക്റ്റായിട്ട് ഈ ഒരു ഹീറ്റിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതും, ഇനി നമുക്ക് സൺ എനർജി കിട്ടാത്ത സമയത്ത് നമുക്ക് ഇതേപോലെ ഹീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഡ്യൂറിങ് ഡേ ടൈമിൽ നമ്മൾ ഈ ഒരു കിട്ടുന്ന സോളാർ എനർജി ഏതെങ്കിലും ഒരു മീഡിയം, അതായത് ഒരു ബാറ്ററി പോലുള്ള ഏതെങ്കിലും ഒരു മീഡിയത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത്, അതായത് നൈറ്റ് ടൈമിൽ, റെയിനി ടൈമിലൊക്കെ നമുക്ക് ആ ഒരു ബാറ്ററിയിലുള്ള എനർജി യൂസ് ചെയ്തിട്ടും കൂടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഹോട്ട് വാട്ടർ അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. It is generally installed at the terrace or where the sunlight is available and heats water during daytime, which is stored in an insulated storage tank for use when required, including mornings. നമ്മളിവിടെ കൂടുതലായിട്ടും ഈ ഒരു സോളാർ വാട്ടർ ഹീറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും ടെറസിലായിരിക്കും. കാരണം എന്താണ്, നമുക്ക് അവിടെയാണ് കൂടുതലായിട്ടും സോളാർ എനർജി കിട്ടാനുള്ള ചാൻസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിഗർ എടുത്ത് നോക്കിയാൽ ഇത് എപ്പോഴും എന്താണ്, ഒന്ന് ചെരിഞ്ഞിട്ടായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു ചെറുതായിട്ടുള്ളൊരു സ്ലോപ്പ് ഉണ്ടായിരിക്കും. അതിന് കാരണം എന്താണ്, കൂടുതലായിട്ടും സോളാർ എനർജി കിട്ടാനായിട്ട്, അതായത് സണ്ണിലേക്ക് എക്സ്പോസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ചെറുതായിട്ടൊരു സ്ലോപ്പ് വെച്ചിരിക്കുന്നത്.
സോ ഇതാണ് ഒരു സ്കീമാറ്റിക് ഡയഗ്രാം സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ. സോ നമുക്കൊരു സോളാർ വാട്ടർ ഹീറ്ററിനെ പറ്റിയിട്ടൊരു ക്വസ്റ്റ്യൻ വരികയാണ്, ഒരു എസ്സേ ടൈപ്പ് മാക്സിമം വന്നിട്ടുണ്ട്, ഒരു എസ്സേ ആയിട്ടും പാരഗ്രാഫായിട്ടൊക്കെ. സോ എപ്പോഴും നിങ്ങൾക്ക് ഇതിനൊരു ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഈ സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം തന്നെ ആവണമെന്നില്ല, സോളാർ കുക്കർ അതുപോലെ തന്നെ എനർജി സ്റ്റോറേജ് ഏത് വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മാക്സിമം ഫിഗറും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ കൺവേയബിൾ ആയിരിക്കും. ഇപ്പോൾ ഈ അടുത്ത് നടന്ന എക്സാമിൽ ഞാൻ ആരുടെയിലും അങ്ങനെ ഫിഗേഴ്സ് ഒന്നും കണ്ടിട്ടില്ല അധികമായിട്ടും. പക്ഷേ നിങ്ങൾ കൂടുതലായിട്ടും ഫിഗർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയതിനേക്കാളും കൂടുതലായി ഒരു ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സോ മാക്സിമം നിങ്ങൾ ഈ ഫിഗർ അനലൈസ് ചെയ്യാനായിട്ട് നോക്കുക. സോ നമ്മൾ ഈ ഒരു സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഫിഗർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ സോളാർ എനർജി കളക്ട് ചെയ്യുന്നത് ഈ ഒരു പോർഷൻ മാത്രമാണ്. അതായത് സോളാർ എനർജി കളക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ എന്താണ്, സോളാർ കളക്ടറാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടാങ്കും നമുക്ക് അലോങ് വിത്ത് ദി സോളാർ കളക്ടർ ഉണ്ടായിരിക്കും. സോ ഈ ഒരു സോളാർ കളക്ടറും ഒരു ടാങ്കും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു കമ്പൈൻഡ് വേർഷനെയാണ് നമ്മൾ എന്ത് പറയുക, സോളാർ ഹോട്ട് വാട്ടർ സിസ്റ്റം എന്ന് പറയുക. സോ ഇത് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു വീട്ടിൽ ഹോട്ട് വാട്ടറും അതുപോലെ തന്നെ കോൾഡ് വാട്ടറും അവൈലബിൾ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവിടെ പൈപ്പിംഗ് ഉണ്ടായിരിക്കുക, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫിഗറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഒരു ടാങ്ക്. ഈ ഒരു ടാങ്കിൽ കോൾഡ് വാട്ടർ നമ്മൾ കളക്ട് ചെയ്ത് വയ്ക്കും. ഈ ഒരു കോൾഡ് വാട്ടർ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ടെറസിലേക്ക് പമ്പ് ചെയ്യണം. സോ അതിനായിട്ട് നമ്മളൊരു പൈപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊരു പമ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹൈറ്റിലേക്ക് ടെറസിലേക്ക് ഈ ഒരു കോൾഡ് വാട്ടറിനെ പമ്പ് ചെയ്ത് കയറ്റുകയാണ്. സോ ഇത് പമ്പ് ചെയ്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ട്യൂബ്സ്, നമ്മുടെ അബ്സോർബർ പ്ലേറ്റുള്ള ട്യൂബ്സിലൂടെ ഇത് കടന്നു പോവുകയും സോളാർ എനർജി കിട്ടുമ്പോൾ അത് ഇവഞ്ച്വലി എന്ത് ചെയ്യുന്നു, ഹീറ്റ് ആവുകയും ആ ഹീറ്റായിട്ടുള്ള വാട്ടർ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ വേറൊരു ട്യൂബ് വഴി പുറത്തേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ആ പുറത്തേക്ക് കടത്തിവിടുന്ന ആ ഒരു ട്യൂബ് പിന്നെ വേറൊരു ഹോട്ട് വാട്ടർ ടാങ്കിൽ കളക്ട് ചെയ്ത് വെക്കുകയും അവിടുന്ന് ഒരു പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് അറ്റ് എ ടൈം എന്ത് ചെയ്യാം, കോൾഡ് വാട്ടറും അവൈലബിൾ ആക്കാം, അതുപോലെ തന്നെ ഹോട്ട് വാട്ടറും അവൈലബിൾ ആക്കാൻ പറ്റും. സോ ഈ ഒരു ഹോട്ട് വാട്ടർ ഹീറ്ററിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളൊരു ബാറ്ററിയും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മളവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു നമ്മളവിടെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വാട്ടറിൻ്റെ എനർജി യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇലക്ട്രിക്കൽ എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഹൗ ഡസ് ഇറ്റ് വർക്ക്സ്? A solar water heater comprises of an array of solar collectors to collect solar energy and an insulated tank to store hot water. സോ ഞാൻ പറഞ്ഞു, ഒരു സോളാർ കളക്ടറും അതുപോലെ തന്നെ ഒരു ടാങ്കും ചേർന്നതാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഒരു സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അറേ ഓഫ് സോളാർ കളക്ടേഴ്സ് ആണ് ടു കളക്ട് സോളാർ എനർജി. ബോത്ത് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. സോ ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു ടാങ്കും ഈ ഒരു വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റവും പൈപ്പ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. During the daytime, water in solar collectors gets heated, which is either pumped or flown automatically on thermosiphon principle to the storage tank. സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു കോൾഡ് വാട്ടറിന് ഒരു പമ്പ് യൂസ് ചെയ്തിട്ട് മുകളിലേക്ക്, നമുക്ക് ടെറസിലാണ് ഈ ഒരു സോളാർ കളക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, വാട്ടറിനെ പമ്പ് ചെയ്ത് കയറ്റുന്നു. Hot water then stored in the tank that can be used for various purposes. What happens on cloudy or rainy day? Do I still get hot water? ഇപ്പോൾ നമുക്കറിയാം സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് ഏതൊക്കെ തരത്തിലുണ്ടാവും, ഡയറക്റ്റ് റേഡിയേഷൻസും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡിഫ്യൂസ്ഡ് റേഡിയേഷൻസും ഉണ്ടായിരിക്കും. സോ നല്ല ഹീറ്റുള്ള ടൈമാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡയറക്റ്റ് റേഡിയേഷൻസ് ആയിരിക്കും കൂടുതൽ. കാരണം എന്താണ്, അവിടെയുള്ള പാർട്ടിക്കിൾസ് ഒന്നും അധികമായിട്ടൊന്നും അബ്സോർബ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. സോ ഡിഫ്യൂസ്ഡ് റേഡിയേഷൻസ് കുറവായിരിക്കും. ഇനി നല്ല ക്ലൗഡി ഡേ ഒക്കെയാണ്, റെയിനി ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലും ക്ലൗഡ്സ് ഉണ്ടായിരിക്കും, അല്ലെ? റെയിനി ഡേ ആണെങ്കിലും കാർമേഘങ്ങൾ ഒരുപാടുണ്ടായിരിക്കും അറ്റ്മോസ്ഫിയറിൽ. സോ വരുന്ന റേഡിയേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, അത് മാക്സിമം അബ്സോർബ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൽ സ്കാറ്റേർഡ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റേഡിയേഷൻസ് എർത്തിലേക്ക് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് വരുന്ന റേഡിയേഷൻസ് ഡയറക്റ്റ് റേഡിയേഷൻസിനേക്കാളും കൂടുതൽ എന്തായിരിക്കും, ഡിഫ്യൂസ്ഡ് റേഡിയേഷൻസ് ആയിരിക്കും. സോ ആ ഡിഫ്യൂസ്ഡ് റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ടും കൂടെ നമുക്ക് ഒരു ക്ലൗഡി ഡേ ആണെങ്കിൽ കൂടെ നമുക്ക് ഹോട്ട് വാട്ടർ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
The system, however, is either connected to an electric geyser in the house or an electric backup is provided in the storage tank of the system, which is switched on when water is not sufficiently hot. So നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ഗേസർ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ബാക്കപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വാട്ടർ അധികം ഹോട്ടായിട്ട് വരില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹോട്ട് വാട്ടർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ you get hot water all the time even on rainy days. ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ ഒരു സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഏറ്റവും ഒരു ബെസ്റ്റ് വേ ഓഫ് ഹീറ്റിംഗ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ എനർജി നമുക്ക് യൂസ് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കുക എന്നുള്ളത്. സോ നമ്മളത് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ടു കൺസ്ട്രക്റ്റ് ആൻഡ് ഇൻസ്റ്റാൾ, ഇപ്പോൾ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് സോളാർ വാട്ടർ ഹീറ്റ്. നമുക്കത് കൺസ്ട്രക്റ്റ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും വളരെ എളുപ്പമാണ്. നമുക്ക് ടെറസ് ഉണ്ടെങ്കിൽ മാത്രം മതി, നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യണതും സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. നോ ഓർ നെഗ്ലിജിബിൾ റണ്ണിങ് കോസ്റ്റ്, നമുക്കതിന് പ്രത്യേകിച്ചായിട്ടുള്ള എമൗണ്ട് ഒന്നും നമുക്കത് റൺ ചെയ്യിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ചൊരു എമൗണ്ട് ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഒരു പൈപ്പ് കണക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് മെയിൻ്റനൻസ് ഫ്രീ. അവിടെ ഈ ഒരു സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിന് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഈ അബ്സോർബർ പ്ലേറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ റേഡിയേഷൻസ് മാക്സിമം അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ആൻഡ് ആയിട്ടുള്ള ഗ്ലാസ് യൂസ് ചെയ്യാറുണ്ട്. സോ ആ ഗ്ലാസ്സസിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പൊടി ഡസ്റ്റൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും സോളാർ എനർജി കളക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ നമ്മളത് എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം മാത്രമേ വരുന്നുള്ളൂ, അല്ലാതെ കൂടുതലായിട്ട് അതിനൊരു മെയിൻ്റനൻസിൻ്റെ ആവശ്യം വരുന്നില്ല. കോസ്റ്റ് ഇസ് ലോ ആൻഡ് എക്കണോമിക്കലി കോമ്പറ്റേറ്റീവ് വിത്ത് ഇലക്ട്രിക് വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം. സോ ഈ ഒരു ഇലക്ട്രിക് ബാക്കപ്പും പ്ലസ് വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം, അതായത് ഇലക്ട്രിക് വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം തന്നെ നമുക്ക് എന്താണ് കോസ്റ്റ് ലോ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്, ലോ കോസ്റ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇറ്റ് സേവ്സ് ടൈം ആൻഡ് ഹൈ ഗ്രേഡ് ഫോം ഓഫ് ഇലക്ട്രിക്കൽ എനർജി. നമുക്കവിടെ ഇലക്ട്രിക്കൽ എനർജിയും നമുക്കവിടെ സേവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ടൈമും സേവ് ചെയ്യാനായിട്ട് സാധിക്കും. Required low temperature up to 100 degrees Celsius can be achieved by simple flat plate collector. നമ്മൾ ഈ ഒരു സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ ആയിരിക്കും. അതിൻ്റെ റീസൺ നമുക്ക് കൂടുതലായിട്ട് ലൈറ്റിലേക്ക് എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടും കൂടുതൽ എമൗണ്ട് ഓഫ് വാട്ടർ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്, ഹീറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സ് തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്രീസിങ് പ്രോബ്ലം ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ട്യൂബിലാണ് വാട്ടർ സപ്ലൈ ചെയ്യുന്നത്. ആ ട്യൂബ് എന്ത് ചെയ്യുന്നു, സൺലൈറ്റിൽ വന്ന് പതിക്കുന്ന സമയത്ത് അത് അബ്സോർബ് ചെയ്യുന്നു. സോ അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഹീറ്റ് ആവും. സോ സപ്പോസ് ഒരു റെയിനി ഡേ ആണ്, അല്ലെങ്കിൽ ഒരു കോൾഡ് ഏരിയ, ഒരു വിൻ്റർ ഏരിയ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കൂടുതലായിട്ട് അതിലത്തെ വാട്ടർ ഹീറ്റ് ചെയ്യില്ല, പക്ഷേ എന്ത് ചെയ്യും, ഫ്രീസ് ആവും. സോ ഫ്രീസ് ആവുമ്പോൾ അവിടെ വീണ്ടും നമുക്ക് വാട്ടറിന് ഫ്ലോ ചെയ്യാൻ പറ്റില്ല ഫ്രീസ് ആയി കഴിഞ്ഞാൽ. സോ ഇനി ഒരു ഫ്രീസിങ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഹീറ്റാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ കുറച്ചൊന്ന് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ദെൻ നോ ബിഗ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദിസ്. ഇതിൻ്റെ മെയിൻ്റനൻസ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. സോ നമുക്ക് ഈ ഒരു ഫ്രീസിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എത്തലീൻ ഗ്ലൈക്കോൾ ഇതിലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ബട്ട് ദിസ് ജനറലി ആസ് ദി കോംപ്ലെക്സിറ്റി ഓഫ് ദി ഹീറ്റിംഗ് സിസ്റ്റം. പക്ഷേ അതൊരു കുറച്ചുകൂടി കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മെറ്റലിൽ കൂടുതലായിട്ടും വാട്ടർ ഇന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തുണ്ടാവും, അവിടെ തുരുമ്പിക്കും, കൊറോഷൻ നമുക്ക് അവിടെ ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെ ഈ ഒരു വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, മെറ്റൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു അബ്സോർബർ ട്യൂബിലൂടെയാണ് വാട്ടർ കടത്തി വിടുന്നത്. സോ കൂടുതലായിട്ടും ആ ഒരു വാട്ടർ അത് കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ആ ഒരു അബ്സോർബർ ട്യൂബും തുരുമ്പിക്കാനായിട്ട് തുടങ്ങും, കൊറോഷൻ അവിടെ ഉണ്ടായിരിക്കും. സോ നമുക്കതൊന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വരും. സോ ഒരു കൊറോഷൻ്റെ പ്രോബ്ലവും ഫ്രീസിങ് പ്രോബ്ലമാണ് മെയിനായിട്ട് ഈ ഒരു സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ തവണയും നമുക്ക് ഒരു എസ്സേ ടൈപ്പിലും പാരഗ്രാഫ് ടൈപ്പിലൊക്കെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ മാക്സിമം നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു റൈറ്റപ്പ് ഇതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. കൂടുതലായിട്ടും നിങ്ങളിത് ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റുകളിൽ അതേപോലെ തന്നെ കോപ്പി ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, എക്സ്ട്രാ പോയിൻറ്റ്സും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്.